ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ കോഴിക്കോട് ജില്ലാ ജയിലിൽ കുറ്റാരോപിതരായി കഴിയുന്നവർ ഫേസ്ബുക്കും മൊബൈൽ ഫോണും വ്യാപകമായി ഉപയോഗിക്കുന്നുവെന്ന മാധ്യമ വാർത്തകളെ തുടർന്നാണ് ജയിലിൽ പരിശോധന നടന്നത്. പരിശോധനയിലാണ് 3 മൊബൈൽ ഫോൺ ചാർജറുകളും കവറുകളും കണ്ടെടുത്തത്. ജയിൽ ഡിഐജി ശിവദാസ് കെ തൈപ്പറമ്പലിന്റെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ നടന്ന പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായിരുന്നില്ല. രാത്രിയിൽ 50ഓളം പോലീസുകാരാണ് വീണ്ടും പരിശോധന നടത്തിയത്. രാത്രി 12 മണിയോടെ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ് ജയിലിലെത്തി പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മാധ്യമങ്ങൾ പുറത്തുവിട്ട തടവുകാരനായ ഷാഫിയുടെ ശബ്ദവും യഥാർത്ഥ ശബ്ദവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും ഫേസ്ബുക്കിൽ നൽകിയ ഫോട്ടോകളുടെ പശ്ചാത്തലം ജയിലിന്റെ ഉൾവശവുമായി യോജിക്കുന്നില്ലെന്നും DGP പറഞ്ഞു. ഞങ്ങൾക്ക് ജയിൽ കോമ്പൗണ്ടിനകത്തൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ജയിലിന്റെ ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റും ഈ ഒരൊറ്റ ഫോട്ടോയിലും ഇല്ല. ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തത് എവിടെ നിന്നെന്നറിയാൻ ഗൂഗിളിന്റെ സഹായം തേടും. സൈബർ പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. ടി.പി. വധക്കേസിലെ പ്രതികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മുന്നറിയിപ്പുകളാണെന്നും സത്യമായിരിക്കണമെന്നില്ലെന്നും DGP പ്രതികരിച്ചു. ഇന്റലിജൻസ് റിപ്പോർട്ട് വേറെ, ഇന്റലിജൻസ് റിപ്പോർട്ട് വാർണിംഗ് റിപ്പോർട്ട് എപ്പോഴും ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. ആ വാർണിംഗ് റിപ്പോർട്ട് എല്ലാം സത്യമാണോന്നില്ല. 5 വാർണിംഗ് റിപ്പോർട്ട് അയക്കുമ്പോൾ ഒരെണ്ണം ശരിയാവും, 4 വാർണിംഗ് റിപ്പോർട്ട് ശരിയാവില്ല. DGPയുടെ പ്രഥമ റിപ്പോർട്ട് ഇന്ന് ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിക്കും. രാവിലെ 10 മണിയോടെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയിൽ സന്ദർശിക്കും. മീഡിയ 1 കോഴിക്കോട്.